ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചയിൽ ദൈവം വളരെ അത്ഭുതകരമായി നമ്മളെ ഒരാഴ്ചയോളം ദൈവം നമ്മളെ വഴി നടത്തി. ആ വൻകൃപയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും നമ്മുടെ ആയുസ് നീട്ടിത്തരുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം ചെയ്ത വൻകൃപകൾ ഓരോ ദിവസവും ഓർത്തുകൊണ്ട് അവൻ്റെ നാമത്തെ മഹിമപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളും നാം അവൻ്റെ നാമത്തെ സ്തുതിക്കുക തന്നെ ചെയ്യുക വേണം എന്നത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. നാം എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നവരായി, ദൈവത്തെ മഹിമപ്പെടുത്തുന്നവരായി മാറുവാൻ തക്കവണ്ണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ആഴ്ചത്തെ പാഠപഠനത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാ ദൈവമക്കളെയും ഈ ആഴ്ചയിലെ പാഠപഠനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാഠപഠനത്തിന് മുൻപായി നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ നല്ല ദിവസത്തിൽ കർത്താവേ, അങ്ങയുടെ പാഠങ്ങൾ അടിയങ്ങൾ പഠിക്കുവാൻ പോകുന്ന അപ്പച്ചാ സ്തോത്രം. അവിടുത്തെ തിരുസാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപികളും ദോഷികളുമാണ് അപ്പച്ചാ സ്തോത്രമെങ്കിലും അവിടുന്ന് അടിയങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം പാഠം പഠിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ. ഇതൊന്നും അടിയങ്ങളുടെ കഴിവല്ല അപ്പച്ചാ സ്തോത്രം, ഇതൊക്കെയും അവിടുത്തെ ദാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവേ സ്തോത്രം, അവിടുത്തെ സന്ധിയിൽ താഴ്മയുള്ളവരായി നടപ്പാനും താഴ്മയുള്ളവരായി ജീവിപ്പാനും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ സ്തോത്രം. അവിടുന്ന് അടിയങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ സ്തോത്രം. ഏറ്റവും എളിമയുള്ളവരായ കർത്താവേ സ്തോത്രം, ഈ ലോകത്ത് ജീവിച്ച അങ്ങയുടെ വെളിച്ചത്തെ പ്രതിഫലിപ്പാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വേഗം വരണമെന്ന് യാചിക്കുന്ന അപ്പച്ചാ സ്തോത്രം. അങ്ങനെ വരവിന് വേണ്ടി അടിയങ്ങളെല്ലാവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവവും ഞങ്ങൾക്ക് ജീവൻ പിടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഈ ആഴ്ച പഠിക്കുവാനുള്ളത് 10ാമത്തെ പാഠം, ആരുടെ മേൽ അവസാനം വന്നിരിക്കുന്നു. ആരുടെ മേൽ അവസാനം വന്നിരിക്കുന്നു. 10ാം അധ്യായത്തിൻ്റെ മനപ്പാഠം എന്താണ്? ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 10ാം അധ്യായം 11-12 വാക്യങ്ങളാണ് മനപ്പാഠവാക്യമായിട്ടുള്ളത്. ഒരിക്കൽ കൂടി വായിക്കാം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. 1 കൊരിന്ത്യർ 10ാം അധ്യായം 11-12 വാക്യങ്ങൾ. ശനിയാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഭാവി സംഭവങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ദൈവജനത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ധാരാളമുണ്ട്. ഈ വിവരണങ്ങൾ ഈ കാലഘട്ടത്തെക്കുറിച്ച്, അതായത് നാം ഇപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് കാര്യമായിട്ട് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. അവയിലെ ചില വിവരണങ്ങൾ അന്ത്യകാലത്തുള്ള സംഭവങ്ങളെക്കുറിച്ച് ആശ്ചര്യകരമായ മുന്നറിയിപ്പും നമുക്ക് നൽകുന്നുണ്ട്. പ്രവാചകന്മാരുടെ പ്രവചന സത്യങ്ങൾ, പ്രത്യേകിച്ച് ദാനിയേൽ, വെളിപ്പാട് പ്രവചനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനുള്ള അടിസ്ഥാനവും ഈ വിവരണങ്ങൾ തന്നെയാണ്. ദൈവജനത്തെക്കുറിച്ചുള്ള ഈ വിവരണങ്ങൾ തന്നെയാണ്. ഇവയിൽ ചില പ്രധാനപ്പെട്ട കഥകൾ വ്യക്തമാണ്. കാരണം പുതിയ നിയമത്തിൽ അന്ത്യകാല സംഭവങ്ങളെ വിവരിക്കുന്നതിന് വേണ്ടി പഴയ കാലത്തെ ദൈവജനത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ, ജീവിത വിവരണങ്ങളൊക്കെയും പരാമർശിച്ചിരിക്കുന്നു. ഉദാഹരണമായി നോക്കിയാൽ നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കം, സോദോം ഗൊമോറ പട്ടണങ്ങളുടെ അവസാനം ഒക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന കഥകളാണ്. ഈ കഥകളിൽ ദൈവിക സന്ദേശമുണ്ട്. ഇവ വെറും കഥകളോ വിവരണങ്ങളോ അല്ല. ഇവയെ നാം സൂക്ഷ്മമായി വിശകലനം ചെയ്തു എങ്കിൽ മാത്രമേ ദൈവവചനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ട ദൈവവചനത്തിലൂടെ നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന സത്യം നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ആഴ്ചയിൽ നാം പഠിക്കുന്നത് ഇപ്രകാരമുള്ള ചില പ്രധാനപ്പെട്ട കഥകളാണ്. ഈ കഥകളൊക്കെയും യേശുവിൻ്റെ 2ാം വരവിനെ കുറിച്ച് എന്തു പറയുന്നു, യേശുവിൻ്റെ പരിശോധനാ ന്യായവിധിയെക്കുറിച്ച് എന്തു പറയുന്നു, അന്ത്യകാല പ്രതിസന്ധികളെക്കുറിച്ച് ഒക്കെ എന്ത് മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത് എന്നാണ് നാം ഈ ആഴ്ചയൊന്ന് വിശകലനം ചെയ്യുന്നത്. ഈ കഥകളിലൂടെയും ഇത്തരത്തിലുള്ള പ്രധാന സംഭവങ്ങളിലൂടെയും മറ്റും നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ കഥകളുടെയും വിവരണങ്ങളുടെയും മധ്യബിന്ദു എന്നത് ക്രിസ്തുവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ബൈബിളിൽ ഒരു വലിയ കോപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മറ്റാരുടെയും കോപമല്ല, കുഞ്ഞാടിൻ്റെ കോപമാണ്. നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാടിൻ്റെ പുസ്തകം 6ാം അധ്യായം 12-17 വാക്യങ്ങൾ. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം
പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ഇവിടെ ഈ വാക്യങ്ങളിൽ അന്ത്യകാലത്ത് സംഭവിപ്പാനുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വലിയ ഭൂകമ്പം, സൂര്യൻ കരിമ്പളം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു, ആകാശം മാറിപ്പോയി, മലയും ദ്വീപും അതിൻ്റെ സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. അങ്ങനെ അനേകം സംഭവങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവയെല്ലാം നേരിൽ കണ്ട് അനുഭവിച്ചവർ എന്താ ചെയ്യുന്നേ? മലകളോടും പാറകളോടും അവരുടെ അടുത്ത് പോയി നിന്നിട്ട് പറയുകയാ, അവരുടെ കീഴിൽ പോയി നിന്നിട്ട് അവയിൽ ഒളിച്ചുകൊണ്ട് പറയുകയാ, ഞങ്ങളുടെ മേൽ വീഴുവീൻ, കുഞ്ഞാടിൻ്റെ കോപം ഞങ്ങളുടെ മേൽ തട്ടാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ ആ ന്യായവിധിയിൽ നമ്മൾ ചെന്ന് ആ മഹാകോപ ദിവസത്തിൽ ചെല്ലാതെ വണ്ണവും അവരെ മറയ്ക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ അന്ത്യകാല സംഭവങ്ങളുടെ പിന്നിലുള്ളത് ആരാണെന്നോ ഇവയെല്ലാം അന്ത്യകാലത്ത് സംഭവിക്കുന്നതാണോ ഒന്നും അവർക്ക് ശരിയായി അറിവില്ല. എങ്കിലും അവർ അവിടെ കുഞ്ഞാട് എന്ന നാമം പരാമർശിക്കുന്നു. അപ്രകാരം അവർ കുഞ്ഞാടിനെ പരാമർശിക്കണമെങ്കിൽ അതിനു മുമ്പ് അവർ കുഞ്ഞാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കണമല്ലോ. കുഞ്ഞാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രിസ്തുവിൻ്റെ ഏതെങ്കിലും കഥയിലെ ഒരറിവ് അവർക്ക് ആവശ്യമാണ്. അങ്ങനെ ആ ഒരു അറിവുണ്ടായിരുന്നുവെങ്കിൽ മാത്രമേ അവർ ആ മഹാകോപ ദിവസം എന്ന കുഞ്ഞാടിൻ്റെ കോപ ദിവസം വന്നു എന്നവർ പറയുകയുള്ളൂ. അപ്പോൾ അവരുടെ കോപ ദിവസം എന്ന് പറയുന്നതിലൂടെ അവരുടെ മുന്നറിവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യാശയും ഇല്ലാത്തവരായിട്ട് അവരെ കാണപ്പെടുകയാണ്. ആർക്ക് നിൽക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നതിലൂടെ അവർക്ക് തണൽ പറ്റി നിൽക്കുവാൻ ആരുമില്ലാത്ത ഒരവസ്ഥ അവിടെ വ്യക്തമാകുന്നു. എന്തുകൊണ്ടാണ് അവരിങ്ങനെ തണലില്ലാത്തവരും പ്രത്യാശയില്ലാത്തവരുമായി മാറിയത് എന്ന് ചിന്തിച്ചാൽ, എന്നാൽ ഈ ജനത്തിൻ്റെ നടുവിൽ ക്രിസ്തുവെന്ന സുവിശേഷവും 3 ദൂതന്മാരുടെ ദൂതുകളും ഒക്കെ പ്രവാചകന്മാരാൽ നൽകപ്പെട്ടിരുന്നു. എങ്കിലും ഈ വസ്തുതകളെ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും അവർക്ക് മനസ്സില്ലായിരുന്നതിനാലാണ് അവർ പ്രത്യാശയില്ലാത്തവരും അവർ തണലില്ലാത്തവരും അവർക്ക് ആശ്രയിക്കാൻ ആരുമില്ലാത്തവരുമായിട്ട് അവർ മാറിയത്. ഇവർ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ട്. പക്ഷേ അവരൊക്കെയും കേട്ടതിലൊരറിവ് കിടന്നതാണ് കുഞ്ഞാട് എന്ന ആ പരാമർശം, അവിടെ കുഞ്ഞാടിൻ്റെ കോപ ദിവസം എന്ന പരാമർശം അവിടെ വരുവാനായിട്ട് കാരണം. എന്നാൽ അവർ കേട്ട കാര്യത്തെ അവർ വിശ്വസിച്ചില്ല, അവർ അംഗീകരിച്ചതുമില്ലാത്തത് കൊണ്ട് ആ മഹാകോപ ദിവസത്തിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് ആശയേറ്റു പോകുന്നു, അവർക്ക് പ്രത്യാശയില്ലാത്തവരായി, അവർക്ക് ആശ്രയിപ്പാൻ ആരുമില്ലാത്തവരായിട്ട് അവർ മാറുന്നു. ഇപ്രകാരം പ്രത്യാശയില്ലാത്തവർ, കുഞ്ഞാടിനെ വിശ്വസിക്കാത്തവർ അന്ത്യകാലത്ത് നഷ്ടമായി പോകും എന്ന് നമുക്കിവിടെ വ്യക്തമാകുന്നു. ഇവിടെയാണ് നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ കഥയിലൂടെ നോഹയുടെ അനുഭവം നാം വിശകലനം ചെയ്യുന്നത്. നോഹയുടെ കഥയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട വസ്തുതകളെക്കുറിച്ച് യേശുക്രിസ്തു യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നാം ഒന്ന് വായിച്ചു നോക്കിയാൽ, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുകാരൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഈ വായിച്ചു കേട്ട വാക്യത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് യേശുവിൻ്റെ
യേശുവിൻ്റെ രണ്ടാം വരവ് പലർക്കും അത്ഭുതമായി വരും എന്നതിൻ്റെ മുന്നറിയിപ്പാണ് നോഹയുടെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ കഥയുടെ പരാമർശം ഇവിടെ വ്യക്തമാക്കുന്നത്. വെള്ളപ്പൊക്കത്തെക്കുറിച്ച് നോഹയല്ലാതെ വേറെ ആരും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകും, അല്ലെങ്കിൽ നോഹയുടെ കാലം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നോഹയുടെ കാലം വളരെ ദുഷ്ടത നിറഞ്ഞ കാലമായിരുന്നു. അപ്പോൾ ഈ ദുഷ്ടത നിറഞ്ഞ കാലത്തിൽ നോഹ ജീവിക്കുമ്പോഴും നോഹ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. അപ്രകാരം നോഹ ജീവിക്കുമ്പോഴും ഈ ജനത്തിനോട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോഹ നേരത്തെ അറിയിച്ചിരുന്നു. അപ്പോൾ അവർ അത് വിശ്വസിക്കായക കൊണ്ട് വെള്ളപ്പൊക്കത്തെക്കുറിച്ച് അവർ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഈ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് നോഹയല്ലാതെ വേറെ ആരും അറിയാഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ആ വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ അഭാവത്താൽ ആ വെള്ളപ്പൊക്കം പലർക്കും അത്ഭുതമായി തീർന്നില്ല. കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. പക്ഷെ അറിവുണ്ടായിരുന്നിട്ടും അവർ വിശ്വസിക്കായക കൊണ്ട് അവർക്കത് അറിവായിട്ട് തോന്നിയില്ല. അവർ നേരത്തെ നോഹ അവരോട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും ആ അറിഞ്ഞ കാര്യത്തെ അല്ലെങ്കിൽ ആ കേട്ട കാര്യത്തെ അവർ വിശ്വസിക്കായക കൊണ്ട് അവർക്കത് അറിവായിട്ട് വന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് അറിഞ്ഞതുമില്ല. ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കഥയെക്കുറിച്ച് പത്രോസ് പറയുന്നത് അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. അതായത് ഈ ലോകത്തിലെ ദുഷ്ടതയ്ക്ക് കുറവൊന്നുമില്ല എന്നാണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കഥയെക്കുറിച്ച് പത്രോസ് പറയുന്നത്. ദുഷ്ടത കൂടിയപ്പോഴാണല്ലോ വെള്ളപ്പൊക്കം ഉണ്ടാക്കി ദൈവം ലോകത്തെ നശിപ്പിച്ചത്. എന്നാൽ ഇന്നും ലോകത്തെ ദുഷ്ടതയ്ക്ക് കുറവില്ല. ആദ്യത്തെ പോലെ തന്നെയാണ് ഇന്നും. മാത്രമല്ല സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്ത് ഉണ്ടായി വരുമെന്നും അവിടെ പത്രോസ് പറഞ്ഞിരിക്കുക. അതായത് ഈ പരിഹാസം എന്ന വികാരവും പരിഹാസികളുടെ എണ്ണവും ഓരോ വർഷവും ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിജീവിതം എടുത്തു നോക്കിയാൽ യേശുവിൻ്റെ രണ്ടാം വരവ് എന്നത് വളരെ വേഗത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്നത്ര താമസം മാത്രമാണ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് ഒരു മരണപ്പെട്ട വ്യക്തികൾക്ക് അനുഭവപ്പെടുന്നത് എന്ന്. അതായത് ഒരു നൊടി നേരത്തേക്കുള്ള ഉറക്കം മാത്രമാണ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിങ്കിലേക്കുള്ള ദൂരം എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. ജീവിതം എന്നത് വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുന്നു. താമസം ഒട്ടുമില്ലാതെ ക്രിസ്തു വരും. പാപികൾ മനം തിരിഞ്ഞ് അവങ്കിലേക്ക് അടുക്കുവാൻ അധിക സമയം വേണ്ട എന്നർത്ഥം. നമ്മുടെ സുവിശേഷ വേല നാം വേഗത്തിൽ ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ വരവും വേഗത്തിലാകും. ആയതിനാൽ 3 ദൂതന്മാരെ പോലെ വേഗത്തിൽ പോയി അത്യുച്ചത്തിൽ നമുക്ക് നമ്മുടെ സുവിശേഷം അറിയിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നോഹയുടെ സുവിശേഷ വേല എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് അല്പമായി ഒന്ന് ചിന്തിക്കാം. വേദപുസ്തക വിവരണങ്ങളിൽ ഏറ്റവും പരിഹസിക്കപ്പെടുന്നത് നോഹയുടെ കഥയാണ്. ഒരു കെട്ടുകഥ എന്ന വിശേഷണത്താൽ മനഃപൂർവ്വമായിട്ട് ആ കഥയെ മാറ്റി നിർത്തിയിരിക്കുന്നു. വ്യക്തമായും വിശദമായും വളരെ ശക്തമായും വർണ്ണിച്ചിട്ടുള്ള കഥ. മാത്രമല്ല പുതിയ നിയമത്തിലും അടിസ്ഥാന തന്തുവായി പരാമർശിച്ചിട്ടുള്ള കഥ. എങ്കിലും നോഹയുടെ വെള്ളപ്പൊക്കത്തിൻ്റെ ആ കഥ, നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ ആ കഥ ഇന്നും ലോകം പരിഹാസ കഥയായി അവഗണിച്ചിരിക്കുകയാണ്. ജലപ്രളയത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അവർ മനഃപൂർവ്വം മറക്കുന്നു. എന്നാൽ പത്രോസ് അത് എടുത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആകാശവും ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അനുഭവവും വസ്തുതയും മനഃപൂർവ്വമായി മറക്കുന്നവർ ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് ഒരുക്കമുള്ളവരായിരിക്കില്ല എന്നും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ലോകത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം പറയുന്നത് നോഹയുടെ കാലത്തിന് സാദൃശ്യം എന്നാണ്. അതായത് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. നോഹയുടെ കാലത്ത് എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? ലോകത്തിൽ ദുഷ്ടത വളരെയധികം പെരുകിയിരുന്നു. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ ആ ഒരു കാലഘട്ടത്തിൽ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. അവരൊന്നും അറിഞ്ഞതുമില്ല എന്നാണ് മത്തായിയുടെ സുവിശേഷം വ്യക്തമാക്കുന്നത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെ നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ
അവിടെ കാണുന്നത്, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്ത്. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അതായത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെ നാം വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിനെ ഒന്ന് വിശകലനം ചെയ്താൽ, മനുഷ്യൻ ഭൂമിയിൽ പെരുകി കഴിഞ്ഞപ്പോൾ അവരുടെ പുത്രിമാരെ ദൈവത്തിൻ്റെ പുത്രന്മാരെ തനിക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു എന്നാണ് പറയുന്നത്. അതിനുശേഷവും അവർ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്രകാരം ദൈവം ഭൂമിയിൽ കണ്ടത്, സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഭൂമിയിൽ കണ്ടത് മനുഷ്യൻ്റെ വലിയ ദുഷ്ടതകളും ദോഷമുള്ള ഹൃദയ വിചാരങ്ങളും നിരൂപണങ്ങളും മാത്രമായിരുന്നു. ഇങ്ങനെ ഈ മനുഷ്യൻ്റെ ഈ ദുഷ്ടത കാരണം ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിന് വളരെ ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ ഞാൻ തന്നെ ഭൂമിയിൽ നിന്നും നശിപ്പിച്ചു കളയുമെന്നും യഹോവ അരുളി ചെയ്തു. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതി പറവജാതികളെയും ഒക്കെ ഉണ്ടാക്കിയതിൽ ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ ദുഃഖിച്ചു. ഈ ലോകത്തിൻ്റെയും സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടാവ് അത്രമേൽ ദുഃഖിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ദുഷ്ടത എത്രമാത്രം വലുതായിരുന്നു എന്ന് ചിന്തിച്ചാൽ നമുക്കൊരു വസ്തുത മനസ്സിലാകും. അതേ ദുഷ്ടലോകത്തിൽ തന്നെയാണ് നാം ഇന്നും ജീവിക്കുന്നത് എന്ന്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ ദുഷ്ടലോകത്തിലും ദൈവം നീതിമാനും നിഷ്കളങ്കനുമായ നോഹ എന്ന വ്യക്തിയെ കണ്ടെത്തി. ആ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിക്കുകയും ചെയ്തു. ഇതേ സംഭവത്തെക്കുറിച്ച്, നോഹയുടെ ഈ സംഭവത്തെക്കുറിച്ച് എബ്രായരുടെ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു എന്നാണ്. അതായത് നോഹ 120 വർഷം പ്രസംഗിച്ച് നടന്നു, എങ്കിലും ഒരു ഫലവും ഇല്ലായിരുന്നു. നോഹയെ ഒരു ആധുനിക സുവിശേഷകനായി ചിന്തിച്ചാൽ അവനെ ഒരു പരാജയമായി തള്ളിക്കളയുവാൻ നാം വശീകരിക്കപ്പെടുമായിരുന്നു. കാരണം ഇന്നത്തെ ലോകത്തിലെ ദുഷ്ടത നോഹയുടെ കാലത്തേതിൻ്റെ സദൃശ്യമാണ്. എന്നാൽ ഒരു കാര്യം അവിടെ വ്യക്തമാണ്, നോഹയെപ്പോലെ നാം ഒരു ഫലവും ഇല്ലാത്ത അവസ്ഥയിൽ ഇന്ന് എത്തിച്ചേർന്നിട്ടില്ല. അതായത് ശേഷിപ്പ് ദൂതിൻ്റെ ഘോഷണവും 3 ദൂതന്മാരുടെ ദൂതറിയിപ്പും ഒക്കെയും ഇന്ന് പല സ്ഥലങ്ങളിലും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേകർ ദൈവത്തെ ഇന്ന് അറിയുവാൻ ഇടയായി തീർന്നിട്ടുമുണ്ട്. കഥ കടക്കപ്പെടുമ്പോൾ കല്യാണ വിരുന്നിന് യേശുവിനോടൊപ്പം നാമും പോകുവാൻ സമയമാവുകയാണ്. ക്രിസ്തുവിൻ്റെ അവസാന ശുശ്രൂഷയിലേക്ക്, മനുഷ്യൻ്റെ രക്ഷയ്ക്കായുള്ള വലിയ വേലയുടെ പൂർത്തീകരണത്തിലേക്ക് ഒരുക്കമുള്ളവരായി നമുക്കും കാത്തിരിക്കാം. വ്യക്തിപരമായി നമുക്ക് ഒരുങ്ങുകയും സഭയായി ഒരുങ്ങുകയും മറ്റുള്ള സഹോദരങ്ങളെ, ജാതിയിലുള്ളവരെ, വംശത്തിലുള്ളവരെ, ഭാഷകളിലുള്ളവരെ, സകല ഗോത്രങ്ങളിലുമുള്ളവരെയും ഒരുക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ആ ഒരു സുവിശേഷ വേലയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ സുവിശേഷ വേല നമുക്ക് വേഗത്തിൽ ചെയ്തു തീർക്കാം. അന്ത്യകാല സംഭവങ്ങൾ വിവരിക്കുമ്പോൾ പത്രോസ് നേരിട്ട് പരാമർശിക്കുന്ന ഒരു പ്രധാന പഴയ നിയമ കഥയാണ് സോദോം ഗൊമോറ പട്ടണങ്ങളുടെ നശീകരണത്തിൻ്റെ കഥ. അവരുടെ ദുഷ്ടതയ്ക്ക് പേരുകേട്ട പട്ടണം, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് യഹോവയുടെ തീ, സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങി നശിപ്പിക്കപ്പെട്ട ആദ്യ സംഭവം. ഈ പട്ടണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലെ പ്രധാന വസ്തുതകൾ ചുരുക്കമായി പറയാം. പാപം ചെയ്തവരെ അന്ധതമസിൻ്റെ ചങ്ങലയിലിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായിട്ട് കാപ്പാനേൽപ്പിക്കും. ഭക്തികെട്ടവരുടെ ലോകത്തിൽ നീതി പ്രവർത്തിക്കുന്നവരെ പാലിക്കും.
ദുഷ്ടത നിറഞ്ഞ സോദോം ഗൊമോറ പോലുള്ള പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ന്യായം വിധിച്ച് ഭക്തികെട്ടവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കും. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിന മോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാക്കുകയും ചെയ്യുന്നു. യൂദായുടെ പുസ്തകം 5 മുതൽ 8 വരെ വായിച്ചാൽ നമുക്ക് ഈ സോദോം ഗൊമോറയുടെ അനുഭവം കാണാനായിട്ട് സാധിക്കും. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്നും രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിലിട്ട് അധികാരത്തിന് കീഴെ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോം ഗൊമോറ പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദൂഷിക്കുകയും ചെയ്യുന്നു. പിന്നെ നമുക്ക് ഒരു വേദഭാഗം കൂടി നോക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ ജ്യേഷ്ഠത്തെ നിന്റെ ഇടത് ഭാഗത്ത് തന്റെ പുത്രിമാരുമായി പാർക്കുന്ന ശമരിയ, നിന്റെ അനുജത്തി നിന്റെ വലതുഭാഗത്ത് തന്റെ പുത്രിമാരുമായി പാർക്കുന്ന സോദോം. നീ അവരുടെ വഴികളിൽ നടന്നില്ല, അവരുടെ മ്ലേച്ഛതകൾ പോലെ ചെയ്തില്ല. അതുപോരാ എന്നു വെച്ച് നീ നിന്റെ എല്ലാ വഴികളിലും അവരെക്കാൾ അധികം വഷളത്വം പ്രവർത്തിച്ചു. എന്നാണ് നീയും നിന്റെ പുത്രിമാരും ചെയ്തിരിക്കുന്നത് പോലെ നിന്റെ സഹോദരിയായ സോദോമും അവളുടെ പുത്രിമാരും ചെയ്തിട്ടില്ല എന്നും യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിന്റെ സഹോദരിയായ സോദോമിൻ്റെ അകൃത്യമോ ഗർവവും തീൻപുളപ്പും നിർഭയ സ്വൈര്യവും അവൾക്ക് അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. അവർ അഹങ്കാരികളായി എൻ്റെ മുൻപിൽ മ്ലേച്ഛത ചെയ്തു. അതുകൊണ്ട് എനിക്ക് ബോധിച്ച പോലെ ഞാൻ അവരെ നീക്കിക്കളഞ്ഞു. ഇവിടെ സോദോം ഗൊമോറ പട്ടണങ്ങളെ ദൈവം തീയിട്ട് നശിപ്പിച്ചതിൻ്റെ കാരണങ്ങളാണ് ഈ പ്രവാചകന്മാർ അവിടെ വിവരിച്ചിരിക്കുന്നത്. മ്ലേച്ഛത വളരെയധികം കൂടി, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഒരു ദേശം പോയ രീതിയിലല്ലെങ്കിൽ മറ്റൊരു ദേശം വേറൊരു രീതിയിലൂടെ അതിവിടെ മ്ലേച്ഛത അവിടെ വർദ്ധിച്ചു വന്നിരുന്നു. അവിടെ കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ അവിടെ ദുഷിക്കുകയും ചെയ്തു. മാത്രമല്ല അവർക്ക് അകൃത്യം കൂടി, അവരുടെ ഗർവ് കൂടി, അഹങ്കാരികളായിട്ടവർ മ്ലേച്ഛത കൂടുതൽ ചെയ്തു എന്നാണ് ഈ 3 വേദഭാഗങ്ങളും എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇത് സോദോം ഗൊമോറയെ കുറിച്ച് വളരെ അന്ന് നൽകിയ ഒരു മുന്നറിയിപ്പായിരുന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ മേൽ എത്രമാത്രം സ്നേഹം നൽകുന്നു അല്ലെങ്കിൽ സ്നേഹം ചൊരിയുന്നു എന്ന് പറയുന്നിടത്ത് സോദോമിലെ ആളുകൾ ചെയ്ത അതേ പാപം ചെയ്തില്ല എങ്കിലും സോദോമുകാരെക്കാളും ദുഷ്ടത നിറഞ്ഞവരാണെന്ന മുന്നറിയിപ്പും അവിടെ നൽകുന്നുണ്ട്. ഇത് പ്രാചീന ഇസ്രയേലിന് മാത്രമല്ല മനുഷ്യവർഗത്തിന് ആകമാനമുള്ള മുന്നറിയിപ്പായിരുന്നു. നമ്മൾ റോമരുടെ പുസ്തകം നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ 1-ാം അധ്യായം 18 മുതൽ ശരിക്കും 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു നോക്കുകയാണെങ്കിൽ പൗലോസ് ദുഷ്ടതയുടെ ഒരു ലിസ്റ്റ് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യത്തേത് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഒരു ദുഷ്ടതയുണ്ട്. രണ്ടാമത് അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഇങ്ങനെ ഒരു ദുഷ്ടതയുടെ ഒരു ലിസ്റ്റ് തന്നെ അവിടെ പൗലോസ് അവതരിപ്പിക്കുന്നുണ്ട്. ദൈവജനം അന്ത്യകാലത്തിൽ അവരുടെ പാപങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പൗലോസ് ഇപ്രകാരം ഒരു ലിസ്റ്റ് തയ്യാറാക്കി അവതരിപ്പിച്ചത്. വേദപുസ്തകം പുറം ലോകത്തിലുള്ളവരോടല്ല ശരിക്കും സംസാരിക്കുന്നത്, ദൈവജനത്തെയാണ് അവിടെ അഭിസംബോധന ചെയ്യുന്നത്. മറ്റുള്ളവരുടെ നിജമായ പാപത്തെ നാം കാണുമ്പോൾ നാമും അതേ പാപക്കെണിയിൽ വീണു പോയേക്കാമെന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് വേദപുസ്തകത്തിലാകമാനം നമുക്ക് കാണപ്പെടുന്നത്. ദൈവജനത്തെക്കുറിച്ച്
കുറിച്ചുള്ള വിവരണങ്ങളും നമുക്ക് അത്തരം ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. പൗലോസ് തന്നിരിക്കുന്ന ആ ദുഷ്ടതയുടെ ലിസ്റ്റും അത്തരമൊരു മുന്നറിയിപ്പാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. സോദോമിന്റെ നശീകരണത്തിന് മുൻപ് മറ്റൊരു കഥ അവിടെ നടക്കുന്നുണ്ട്. ദൈവം 2 ദൂതന്മാരോടൊപ്പം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാം അവർക്ക് വിരുന്നൊരുക്കി നൽകി. അവർ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. വാഗ്ദത്ത പുത്രന്റെ കഥ അവിടെ തുടങ്ങുകയാണ്. പിന്നീട് പെട്ടെന്നാണ് ദുഷ്ടത നിറഞ്ഞ ആ പട്ടണങ്ങളിലേക്ക് കഥ തിരിയുന്നത്. ഉൽപ്പത്തി പുസ്തകം നാം വിശദമായി പഠിക്കുമ്പോൾ സംഭവിപ്പാനുള്ളത് അബ്രഹാമിന് വെളിപ്പെടുത്താതെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രകാരം സോദോം ഗൊമോറ പട്ടണങ്ങളുടെ നാശം ദൈവം അബ്രഹാമിനെ അറിയിക്കുകയാണ്. അപ്പോൾ അബ്രഹാം ദൈവത്തോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് 2 ദൂതന്മാർ, അബ്രഹാമും ദൈവവും ഒരു ഭാഗത്ത് അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2 ദൂതന്മാർ എവിടേക്ക് പോകുന്നു? സോദോം ഗൊമോറ, ആദ്യം സോദോം പട്ടണത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അബ്രഹാമും ദൈവവും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അബ്രഹാം ദൈവത്തോട് സംസാരിക്കുന്നു, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും നീ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദൈവം പറയുന്നു, അങ്ങനെ ചെയ്യുകയില്ല. അപ്പോൾ അബ്രഹാം ചോദിക്കുക, 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ ദേശം നശിപ്പിക്കുമോ? ദൈവം പറയുന്നു, ഇല്ല, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് പറയുന്നു. വീണ്ടും അബ്രഹാം ചോദിക്കുകയാണ്, 5 കുറഞ്ഞ് 45 ആയാലോ നീ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറയുന്നു, 45 നീതിമാന്മാരുണ്ടെങ്കിലും ഞാൻ നശിപ്പിക്കുകയില്ല. വീണ്ടും അബ്രഹാം ചോദിക്കുന്നു, 40 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ദേശം നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നു. ദൈവം പറയുന്നു, 40 ഉണ്ടെങ്കിലും ഞാൻ നശിപ്പിക്കുകയില്ല. വീണ്ടും അബ്രഹാം പറയുകയാണ്, അബ്രഹാം അവിടെ യാചിക്കുകയാണ്, 30 നീതിമാന്മാരുണ്ട് എങ്കിൽ ആ ദേശം നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദൈവം പറയുന്നു, 30 ഉണ്ടെങ്കിലും ഞാൻ നശിപ്പിക്കുകയില്ല. വീണ്ടും അബ്രഹാം കേണപേക്ഷിക്കുന്നു, 20 നീതിമാന്മാരുണ്ട് എങ്കിൽ ആ ദേശം നശിപ്പിക്കുമോ ദൈവമേ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറയുന്നു, ഇല്ല, 20 നീതിമാന്മാരുണ്ടെങ്കിലും ഞാൻ ആ ദേശത്തെ ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് പറയുന്നു. അവസാനമായി അബ്രഹാം ചോദിക്കുന്നു, 10 നീതിമാന്മാരെ ആ ദേശത്ത് കണ്ടെത്തിയാൽ നീ ആ ദേശം നശിപ്പിക്കുമോ പിതാവേ എന്ന് ചോദിച്ചപ്പോൾ ദൈവം അവിടെ പറയുന്നു, 10 നീതിമാന്മാരുണ്ടെങ്കിലും ഞാൻ ആ ദേശത്തോട് ക്ഷമിക്കുക തന്നെ ചെയ്യുമെന്ന്. അപ്രകാരം അബ്രഹാമും ദൈവവും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 ദൂതന്മാർ ആ ദുഷ്ടത നിറഞ്ഞ പട്ടണത്തിലേക്ക് ചെന്നിട്ട് അവരുടെ മുന്നറിയിപ്പ് കേൾക്കുന്നവരെ വിളിച്ചിറക്കുകയാണ്. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലാണ് ആ 2 പട്ടണങ്ങളെയും യഹോവയുടെ സന്നിധിയിൽ നിന്നും തീ ഇറങ്ങി നശിപ്പിച്ചതായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ അബ്രഹാം പിതാവിനോട് അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ, ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ, നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീ ഒരു നാളും കൊല്ലുകയില്ല, സർവ്വഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ എന്നൊരു ചോദ്യം അവിടെ ആദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബ്രഹാം ഇപ്രകാരം ചോദിക്കുന്നതിലൂടെ സോദോമിന്റെ സ്ഥിതി മാത്രമല്ല പരിശോധിക്കുന്നത്, ദൈവത്തിന്റെ സ്വഭാവവും അവിടെ പരിശോധിക്കുന്നു. ന്യായം വിധിച്ച് അന്ത്യം വരുത്തുന്നതിന് മുൻപേ ദൈവം സ്വർഗത്തിലെ പുസ്തകങ്ങളെ തുറക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമാണ്. പുസ്തകങ്ങൾ തുറക്കുന്നത് അന്ത്യത്തിൽ താഴെ ഭൂമിയുടെ മേൽ തീ കൊണ്ടുവരുന്നതിന് മുൻപായി തെളിവുകൾ പരിശോധിക്കുവാനായി നമ്മെ അനുവദിക്കുന്നു. അപ്പോൾ ദൈവം അന്ത്യന്യായവിധിക്കായി നമ്മളെല്ലാവരെയും ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ ആ ഒരു ന്യായവിസ്താര സഭ ഇരുന്നു പുസ്തകം തുറന്നു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകം തുറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ അല്പമായി ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം തുറന്ന് സോദോം ഗൊമോറയുടെ കാര്യത്തിലും ആ ഒരു പുസ്തകം തുറക്കുന്ന അതേ ഒരു പ്രതീതിയായിരുന്നു അബ്രഹാമും ദൈവവും തമ്മിലുള്ള ആ ഒരു സംഭാഷണം എന്ന് പറയുന്നത്. അപ്പോൾ ആ സംഭാഷണത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് സോദോം ഗൊമോറയുടെ ആ ഒരു ന്യായവിധിയുടെ പരിശോധനയായിരുന്നു നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ അന്ത്യകാല ന്യായവിധിയുടെ സമയത്ത് എന്തിനു വേണ്ടിയാണ് പുസ്തകങ്ങൾ തുറന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഉത്തരം കിട്ടാതെ, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഉത്തരം കിട്ടാതെ ഇരിക്കുന്ന അനേകം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നമുക്ക് ആ പുസ്തകത്തിൽ നിന്നും ലഭിക്കും. മാത്രമല്ല സാത്താൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്ന വിശുദ്ധന്മാരുണ്ട്, ദൂതന്മാരുണ്ട്. ആ ദൂതന്മാർക്ക് സ്വാഭാവികമായും സംശയങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ളവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പുസ്തകങ്ങൾ തുറന്നത്. അപ്പോൾ ഉത്തരം കിട്ടാതെ ഇരിക്കുന്ന അനേക ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും അന്ത്യനാളിൽ.
തെളിവ് സഹിതം നമുക്ക് ലഭിക്കും. പക്ഷെ നാം 1000 വർഷങ്ങൾ അതിന് വേണ്ടി 1000 വർഷങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എന്തിനാണ് ഈ 1000 വർഷങ്ങൾ? അന്ത്യ ന്യായവിധിക്ക് മുൻപ് ആർക്ക് എന്ത് സംഭവിക്കും, എന്തുകൊണ്ട് സംഭവിക്കും എന്ന് മനസ്സിലാക്കുവാൻ 1000 വർഷം എന്തിനാണ്? ഇവിടെ 1000 വർഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം സൃഷ്ടികളുടെ തുറന്ന പരിശോധനയ്ക്ക് ദൈവം തുറന്ന മനോഭാവം തന്നെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ദൈവത്തിൻ്റെ ദീർഘക്ഷമയുള്ള ആ ഒരു മനോഭാവവും നമുക്ക് ഈ വർഷക്കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യായവിധി ദൂതാണ് നമുക്ക് നൽകുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ നാം വായിച്ചു മനസ്സിലാക്കുകയാണ് എങ്കിൽ അവിടെ പറയുന്നത്, വയോധികനായ ഒരുത്തൻ ഇരുന്നു, ന്യായാസനങ്ങളെ വെച്ചു, അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നിനദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി 1000 പേർ അവനെ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയ ന്യായവിസ്താര സഭയുടെ ആ ഒരു ചിത്രീകരണമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ന്യായവിസ്താര സഭയിൽ അവിടെ വിശേഷപ്പെട്ട ഒരാൾ അവിടേക്ക് കടന്നു വരികയാണ്. നമുക്ക് നോക്കാം, അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്ന് അവർ അവനെ അവൻ്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. ഈ മനുഷ്യപുത്രനോട് സദൃശനായ യേശുവിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും 22-ാമത്തെ വാക്യം നാം ഒന്ന് വായിച്ചു നോക്കിയാൽ, ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. ആ കൊമ്പ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. 26-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ചു. ഭൂമിക്കും പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിൽ എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി. അപ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ന്യായവിസ്താര സഭയുടെ തുടക്കവും പറയുന്നുണ്ട്, ആ ന്യായവിസ്താര സഭയുടെ അവസാനവും പറയുന്നുണ്ട്. അതിൻ്റെ ന്യായവിധിയുടെ അന്ത്യം അല്ലെങ്കിൽ സമാപ്തി എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. ഒന്നുകൂടി വായിക്കാം. വിശുദ്ധന്മാരായ ജനത്തിന്, അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി. ദൈവം എല്ലാ പ്രവൃത്തിയും ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും എന്ന് സഭാപ്രസംഗിയുടെ പുസ്തകത്തിലൂടെ ഉറപ്പ് നൽകിയിരിക്കുന്നതിനാൽ മനുഷ്യവർഗം ദൈവത്താൽ ന്യായം വിധിക്കപ്പെടും എന്നതിന് സംശയമില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനമായ റോമരുടെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലൂടെ നമ്മെ ബോധിപ്പിക്കുന്നത്, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായപീഠത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടവരാകയാൽ അന്യോന്യം ന്യായം വിധിക്കരുതെന്നാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, രക്ഷപ്പെട്ടതാര് നഷ്ടപ്പെട്ടതാര് എന്ന് അറിയുവാൻ ദൈവത്തിന് രേഖകളൊന്നും വേണ്ട. ഈ രേഖകൾ ദൈവം സൂക്ഷിക്കുന്നത് നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനാണ്. മാത്രമല്ല സാത്താൻ്റെ കലഹത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ദൂതന്മാർക്കും സ്വാഭാവികമായിട്ടും കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാകും. അപ്രകാരമുള്ളവരുടെ സംശയ ദൂരീകരണത്തിനായി ദൈവം അവൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നിട്ട് ഈ പുസ്തകങ്ങൾ തുറന്ന് എല്ലാ വിശുദ്ധന്മാരെയും അത് കാണുവാനായിട്ട് അനുവദിക്കുന്നു. സോദോം ഗൊമോറയുടെ കാര്യത്തിൽ അവരുടെ പാപം വ്യക്തമായി പരിശോധിക്കപ്പെട്ടിരുന്നു. അബ്രഹാം വിശുദ്ധൻ അത് പരിശോധിച്ചിരുന്നു. അവരുടെ കരച്ചിലിൻ്റെ നിലവിളിയേക്കാൾ കൂടുതൽ അവരുടെ ദുഷ്ടതയുടെ അട്ടഹാസമായിരുന്നു കേട്ടിരുന്നത്. അബ്രഹാം സോദോം ഗൊമോറയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ പരിശോധിക്കപ്പെട്ടത് ദുഷ്ടന്മാരെ നശിപ്പിക്കുവാനുള്ള ദൈവത്തിൻ്റെ തീരുമാനം നീതിയുള്ള പ്രവൃത്തി ആയിരുന്നുവോ, അല്ലെങ്കിൽ ആ ദൈവം ദുഷ്ടന്മാരെ നശിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചത് ദൈവത്തിൻ്റെ നീതിയുള്ള പ്രവൃത്തി ആയിരുന്നു എന്നുള്ള ആ ഒരു വസ്തുത കൂടി അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ദാനിയേലിൽ 7 നമ്മുടെ ന്യായവിധിക്കിടെ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ നാം അവിടെ കാണുന്നു. അത് തീർച്ചയായും യേശു തന്നെ ആണ്. യേശുവിൻ്റെ പ്രത്യക്ഷത കൊണ്ട് മാത്രമാണ് ഈ ന്യായവിധി അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർക്ക് പിന്തുണ നൽകുന്നത്. അവൻ്റെ പരിപൂർണ നീതി മാത്രമാണ് അവൻ്റെ ജനത്തെ ന്യായവിധിയിൽ കൂടി കടത്തിക്കൊണ്ട് പോകുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് എതിരായുള്ള സാത്താൻ്റെ കുറ്റാരോപണങ്ങളാണ് അവിടെ വിശകലനം ചെയ്യപ്പെടുന്നത്. അവരുടെ കൽപ്പനാ ലംഘനം, അതായത് സാത്താനാൽ
വശീകരിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ടിട്ടുള്ളവരുടെ കൽപ്പനാ ലംഘനം മൂലം മാത്രമാണ് സാത്താന് അവരുടെ മേൽ അധികാരം ലഭിക്കുകയുള്ളൂ. അവൻ്റെ കുറ്റാരോപണം ക്രിസ്തുവിനോട് ഉള്ള എതിർപ്പിൽ നിന്നും മാത്രമാണ് ഉണ്ടാകുന്നത്. അവൻ്റെ സ്വന്തം ശക്തിയാൽ, അതായത് മനുഷ്യൻ്റെ സ്വന്തം ശക്തിയാൽ ശത്രുവിൻ്റെ അല്ലെങ്കിൽ ഈ സാത്താൻ്റെ കുറ്റാരോപണത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കത്തില്ല. ആ കുറ്റാരോപണത്തെ മറികടക്കുവാൻ സാധിക്കുകയില്ല. പാപക്കറ പുരണ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് കുറ്റമേറ്റു പറഞ്ഞ് ദൈവമുമ്പാകെ നിൽക്കുമ്പോൾ സാത്താൻ ആരോപിക്കുന്ന കുറ്റങ്ങൾക്ക് അതിൻ്റെ വിശദീകരണം നൽകുവാനൊന്നും മനുഷ്യന് ശക്തി ഇല്ല. അവിടെ നമുക്ക് കർത്താവായ യേശുക്രിസ്തു എന്ന വക്കീലിൻ്റെ സഹായം അവിടെ ആവശ്യമാണ്. അഭിഭാഷകനായ യേശു മതിയായ അനുതാപത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും അവരുടെ ആത്മാക്കളെ അവൻ്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഏവരുടെയും നാമത്തിൽ അവിടെ അവതരിപ്പിക്കുന്ന ഒരു വാദം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ ആ പാപികളായ മനുഷ്യർക്കു വേണ്ടി വാദിക്കുന്നു. കാൽവറിയിലെ ശക്തമായ വാദങ്ങളാൽ അവരുടെ ആക്ഷേപകനെ അല്ലെങ്കിൽ മനുഷ്യരുടെ കുറ്റം ആരോപിച്ച ആ സാത്താനെ അടിച്ചമർത്തുകയും കുറ്റക്കാരായ മനുഷ്യർക്കു വേണ്ടി പിതാവിൽ നിന്നും കരുണയും നിരപ്പും അവകാശവും അവിടെ വാങ്ങിച്ചെടുക്കുകയും ചെയ്യുന്നു. അതാണ് ന്യായവിസ്താരത്തിൻ്റെ എല്ലാത്തിൻ്റെയും സമാപ്തി എന്ന് പറയുന്നത്. ഈ ന്യായവിസ്താര സഭയിലേക്ക് നാം ചെല്ലുമ്പോൾ നമ്മൾക്ക് തണലായി, നമ്മളുടെ വക്കീലായി കർത്താവായ യേശുക്രിസ്തു നമ്മെ പിന്തുണയ്ക്കണമെങ്കിൽ, നമുക്ക് വേണ്ടി വാദിക്കണമെങ്കിൽ ഈ ലോകത്തിൽ നാം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ചിലതൊക്കെ ഉപേക്ഷിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നാം സുവിശേഷ വേല ചെയ്യേണ്ടിയും ഇരിക്കുന്നു. സർവ്വഭൂമിക്കും ന്യായാധിപനായവൻ്റെ ആ സുവിശേഷ വേല വളരെ വേഗത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം ഈ പാഠഭാഗം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ന്യായവിധി എന്നത് അവരുടെ കോപത്തിൻ്റെ ദിവസം അല്ലെങ്കിൽ ആ മഹാന്യായവിധി എന്നത് പേടിക്കുവാനോ ഭയക്കുവാനോ ഉള്ളതല്ല. കർത്താവായ യേശുക്രിസ്തു എന്ന ആ വക്കീലിൻ്റെ ആശ്വാസത്തിൽ അവനെ ആശ്രയിച്ചുകൊണ്ട് ആ ന്യായവിധിയെ സന്തോഷത്തോടു കൂടി സ്വീകരിപ്പാൻ തക്കവണ്ണം ഈ പാഠഭാഗം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. അടിയങ്ങൾക്ക് നല്ലൊരു പാഠപഠനം തന്നപ്പച്ച സ്തോത്രം. അവിടുത്തെ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച. ഈ പാഠങ്ങളൊക്കെയും അടിയങ്ങളുടെ ജീവിതത്തിന് മുതൽക്കൂട്ടായി തീരുവാൻ അവിടുത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുഖം നോക്കി ജീവിപ്പാൻ, അങ്ങയുടെ സുവിശേഷ വേല വേഗത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം ഈ പാഠഭാഗങ്ങൾ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ന്യായവിധി ദിവസത്തിൽ കർത്താവെ, അങ്ങയുടെ മുഖം നോക്കി കർത്താവെ സ്തോത്രം, നീതിയുള്ളവനെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാഠം കേട്ട എല്ലാ ദൈവമക്കളെയും കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവും ഞങ്ങൾക്ക് ആ ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.